ഇവിടെയൊക്കെ ഫുള്ള് നായ്ക്കളാണ്. ഞാനിതാ നമ്മുടെ പ്ലാന്റിലേക്ക് നമ്മുടെ GSP സ്റ്റോക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം വിജനമായൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ താറിങ് പ്ലാന്റ് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് താറിൻ്റെ പരിപാടിയുണ്ട്. നമ്മുടെ വണ്ടി 6:30 ഇവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടിലാണ്. നമ്മളിതാ നമ്മുടെ വണ്ടിക്കകത്ത് കയറി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റിലോട്ട് വെക്കണം. നമ്മുടെ സമയം ഏതാണ്ട് ഇതാ 6:16 6:30 നമുക്ക് നമ്മുടെ വണ്ടി പ്ലാന്റിലോട്ട് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആഹാ, നല്ല അടിപൊളി നെയ്പ്പത്തിരും അതുപോലെ നല്ല കുറുമക്കറിയുണ്ട്. നമ്മുടെ അനീഷ് ചേട്ടൻ ഇതാ നടന്ന് വരുന്നുണ്ട്. മൂപ്പറ വണ്ടി ലോഡായി കേട്ടോ. അപ്പൊ അതിന്റെ പേപ്പറൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിലോട്ട് പോയതാണ്. അപ്പൊ അതാ ഈ കാണുന്നതാണ് അനീഷ് ചേട്ടന്റെ വണ്ടി. ഇത് നമ്മുടെ കണ്ണന്റെ വണ്ടിയാണ്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് GSBയുടെ വർക്കൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നമ്മള് താറിങ്ങിന്റെ വർക്കിലാണ്. അപ്പൊ താർ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായില്ല. അത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ലോഡായി കഴിഞ്ഞതിന് ശേഷം പറയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നും സെന്റിന്റെ കൂടെയാണ്. അപ്പൊ ഇതെല്ലാ വണ്ടിയും ഓരോന്നോരോന്നായി ലോഡ് ചെയ്ത് വിടുന്നുണ്ട്. നമ്മുടെ ടൈം 6:30 കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പേ 4:30 ലോഡ് എടുത്ത് പോയ ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പൊ സൈറ്റിൽ നിന്ന് ലോഡ് തട്ടുകയായിരിക്കും. നമ്മുടെ സെന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലോഡാക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ സെന്റ് ചായയൊക്കെ പോയി കുടിച്ചു വരും. നമ്മൾ ചായയൊക്കെ കുടിച്ചതാണ്. നമ്മുടെ ലോഡറും JCB ഒക്കെ ഇത് ഇവിടുന്ന് പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയതല്ല, അവര് 4:30 തുടങ്ങിയതാണ്. അപ്പോഴേ ഞങ്ങള് ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് താറിന്റെ പരിപാടിയാണ്. താർമിക്സ് ആണ്, നല്ല ചൂടുള്ള താർമിക്സ് ആണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പൊ നേരെ നമ്മൾ പോകുന്ന എടുത്ത ബന്ദിയോട്, അതെ ബന്ദിയോടൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. അപ്പൊ അവിടെ ഇപ്പൊ നല്ല രീതിയിൽ താറിങ് നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടിയും പുലർച്ചെ പോയതാണ്. നമ്മള് 6:30 ബാച്ചാണ്. അപ്പോ ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമുക്ക് സൈറ്റിൽ എന്തൊക്കെയായി എന്നുള്ള നമുക്ക് സൈറ്റിൽ എത്തിയതിനു ശേഷം കാണാം. നമ്മളിപ്പോ ഇതാ നേരെ മോർത്താനം എത്തിയിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ നല്ല പുത്തൻ JCB ഒക്കെ കാണാം. അതൊക്കെ ചെങ്കൽ കോറിയിലേക്കുള്ള വണ്ടികളാണ്. ഞങ്ങളിതാ കുന്നും മലയും ഒക്കെ താണ്ടി നമ്മുടെ മിക്സും കൊണ്ട് നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെയുള്ള ഈ ഒരു യാത്ര നല്ലൊരു രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു മലം ചെരുവിലൂടെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ ഒസങ്കടി എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇതാ ഓരോ കുട്ടികളൊക്കെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ബസ്സൊന്നും കാണുന്നില്ല നമ്മുടെ ഒസങ്കടിയിൽ. സാധാരണ എപ്പോ നോക്കിയാലും ഏതെങ്കിലും ഒരു ബസ് ഉണ്ടാവും. നമ്മുടെ റോഡൊക്കെ രാവിലെ തന്നെ ശാന്തമായാണ് കിടക്കുന്നത്. വലിയ തിരക്കുകളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ ഫസ്റ്റ് റീച്ചായ തലപ്പാടി ചെങ്കള റോഡാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഏതാണ്ട് വർക്ക് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പള ഭാഗത്തോട്ട് മാത്രമാണ് ചെറിയൊരു രീതിയിലുള്ള വർക്ക് നടക്കേണ്ടത്. അപ്പൊ അത് നല്ല സ്പീഡിൽ തന്നെ ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ഇതാ ഉപ്പള ഗേറ്റിന്റെ അടുത്തായി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഉപ്പള എത്തിയിട്ടുണ്ട്. നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന നമ്മുടെ ആര്യവൾ പാനലുകൾ കാണാം. നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. അപ്പൊ നമ്മളിതാ ഉപ്പള നമ്മുടെ ഇന്നലെ വർക്കെടുത്ത സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോവാണ്.
ഇവിടെയൊക്കെ WM ഇതാ വേറെ വണ്ടികൾ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മിക്സുമായിട്ട് നേരെ വന്തിയോടേക്കാണ് പോകുന്നത്. വന്തിയോടാണ് നമ്മുടെ ഇന്നത്തെ കളി മൊത്തം. അവിടെയാണ് മൊത്തം പരിപാടികള്. അപ്പൊ നമ്മൾ ഉപ്പളയും കഴിഞ്ഞ് നമ്മൾ നേരെ കൈക്കമ്പ ഭാഗത്തോട്ടായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. വയലോരങ്ങളൊക്കെ നോക്കിക്കണ്ടുള്ള ഈ ഒരു യാത്ര, വന്തിയോടേക്കുള്ള നമ്മുടെ ഈ യാത്ര നല്ലൊരു മനോഹരമായൊരു വൈബാണ് കേട്ടോ. നമ്മളെ വെള്ളം വണ്ടി അവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതാണ്ട് വന്തിയോടെ എത്താറായിട്ടുണ്ടേ. അപ്പൊ ഇനി എന്താ അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഇപ്പൊ കണ്ട് തന്നെ അറിയാം. അപ്പൊ നമ്മളിതാ സൈറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് കേട്ടോ താറിങ്ങിന്റെ പരിപാടി നടക്കുന്നത്. ഇതാ നമ്മുടെ റോളറൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. ഇതേ നമ്മുടെ പേവറൊക്കെ ഇത്രയും വലിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മളിനി വന്തിയോട് ടൗണ് കഴിഞ്ഞ് മറുവശത്ത് കൂടെ റിവേഴ്സ് വരണം. നമ്മുടെ കണ്ണനും ടീമൊക്കെ ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ മുന്നിലായിട്ട് നമ്മുടെ താറിങ്ങിന്റെ ടീമൊക്കെ ഇതാ ചായ കുടിക്കുകയാണ്. ഇപ്പൊ ചായ വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ വണ്ടികളും ഇതാ ലോഡ് ചെയ്ത് ഫ്രണ്ടിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മിക്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ വന്തിയോട് പാലത്തിന്റെ അപ്പുറം പോയി അവിടെ നിന്ന് യൂട്ടാൻ അടിച്ച് വരണം. നമ്മൾ സൈറ്റിൽ എത്തിയത് നല്ല കറക്റ്റ് ടൈമിലാണ്. ഇവിടെ വന്നപ്പോഴും നല്ല അടിപൊളി ഒരു ചായ. അപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് പണി തുടങ്ങാന്ന് വിചാരിച്ചു. നമ്മുടെ വർക്കേഴ്സൊക്കെ മൊത്തം ചായ കുടിക്കാൻ കേട്ടോ. ഇവരൊക്കെ രാവിലെ നേരം പുലരും മുമ്പിട്ട് തുടങ്ങിയ വർക്കാണ്. നമ്മുടെ എമശം വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ആശാനും ടീമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാന്നുള്ള പരിപാടിയാണ്. നമ്മൾ താറിങ്ങിന്റെ ഏരിയയിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയായിട്ട് നമ്മുടെ കണ്ണനുണ്ട്. അതുപോലെ ഇതാ നമ്മുടെ പിണറായിയുടെ വണ്ടി ഇവിടുന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയെന്തോ കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെക്കാനിക്ക് റൌഫ്ഖനെയും കൂട്ടി നമ്മുടെ പിണറായി ഇവിടെ വന്നതാണ്. വണ്ടിയുടെ എന്തോ ചെറിയ പ്രശ്നം നോക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ താറിങ് ഇതാ ഇത്രത്തോളം എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് വലിച്ചു പോവേണ്ടത്. അപ്പോൾ ഇനി എല്ലാവരും ചായയൊക്കെ കുടിച്ച് വരണം. നമ്മുടെ അരുണിന്റെ ഫോർക്ക് ലിഫ്റ്റ് ഇതാ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേറ്റ് ഇതാ ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി ക്യാമറ കണ്ടാൽ അന്നേരം മാറി നിൽക്കും. ഇത് നമ്മുടെ ഇതാ റൌഫ്ക്ക് നോമ്പാണ്. അപ്പൊ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പേവറിന്റെ ടീമുകൾ ഇതാ ചായയൊക്കെ കുടിച്ച് നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ എമശം വണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ മൊത്തം എമശൻ അടിച്ച സമയം മുതൽ നമ്മുടെ പേവർ വലിച്ചു തുടങ്ങും. നമ്മുടെ എമശൻ വണ്ടി ഇതാ സ്റ്റാർട്ടായി. മൊത്തം എമശൻ അടിച്ചു പോവാണ്. പിടുത്തം വിട്ട് അടിയാട്ടോ എമശൻ. ഇതാ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് മൊത്തം എമശൻ ആക്കിയിട്ടുണ്ട്. എമശൻ വണ്ടി ഇതാ രണ്ടാമത്തെ ലെയർ അല്ല, രണ്ടാമത്തെ സൈഡിൽ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. ഇനിയിപ്പോൾ ഒരൊറ്റ പോക്കായിരിക്കും. ഇങ്ങനെയാണ് എമശൻ അടിക്കുക. ഇതാ നിങ്ങൾ നോക്കിക്കൊള്ളൂ. അതുണ്ടോ എമശൻ അടിച്ചു തുടങ്ങി. നല്ല സ്പ്രേ ചെയ്ത് നല്ല പറത്തിക്കൊണ്ടാണ് കേട്ടോ പോകുന്നത്.
നമ്മുടെ മെക്കാനിക് റൌഫ്ഖാന്റെ വണ്ടിയാണിത്. മൊത്തം ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മുടെ താറിങ്ങിനിടയിൽ എന്തെങ്കിലും ചെറിയ നമ്മുടെ ഓരോ മെഷീനറീസിലും. അപ്പോൾ ഗായ്സ്, നമ്മുടെ റൌഫ്ഖാന്റെ സഞ്ചിയിലുള്ള വേസ്റ്റ് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ പിണറായി ഇതാ ഒന്നും അറിയാത്ത പോലെ പോകുന്നുണ്ട്. അപ്പോൾ എമഷൻ അടിച്ചേതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനി 2 ലെയറും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എമഷൻ മൊത്തത്തിൽ അടിച്ചു കഴിയും. അപ്പോൾ ഒരു പേപ്പർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു പേപ്പറിലേക്ക് ലോഡ് തട്ടാൻ വേണ്ടി നമ്മുടെ ശ്രീതട്ടൻ്റെ വണ്ടി ദൂരെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നേരെ വന്ന പിണറായി ഞാൻ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ ദിശ മാറിപ്പോയി. ഇതേ ഒന്നും അറിയാത്ത പോലെ പോകുന്നുണ്ട്. നമ്മുടെ എമഷനൊക്കെ അടിച്ചു കഴിഞ്ഞ് എമഷൻ വണ്ടി ഇതാ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ DLR ഷിബി. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ വർക്കേഴ്സിൻ്റെ ഒക്കെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഷൈജോർഡൻ ടീമും ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ദൂരെയുള്ള പൊടിയൊക്കെ അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടികളൊക്കെ ഇതാ മിക്സും കൊണ്ട് നേരെയായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ തട്ടിക്കഴിയും. ഇവിടെ നമ്മുടെ കംപ്രസർ പൊടിയടിച്ച് തുടങ്ങി. അപ്പോൾ നമ്മുടെ റൌഫ്ഖാൻ വണ്ടി അങ്ങോട്ടേക്ക് മാറ്റിടാൻ വേണ്ടി പോവാണ്. ഇവിടേക്കുള്ള മൊത്തം പൊടിയും അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താറിങ് തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതാ അടുപ്പിച്ച് വെക്കുകയാണ്. ഇത് നമ്മുടെ ബിബിയാട്ടൻ്റെ വണ്ടിയാണ്, നമ്മുടെ കുന്നമംഗലം ബിബിയാട്ടൻ. അപ്പോൾ മൂപ്പറുടെ വണ്ടി ഇപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണ്. നമ്മുടെ ഫുഡും കൊണ്ടുവന്ന പിക്കപ്പ് വേനാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ താറിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 2 ടിപ്പറുകളും ഇപ്പോൾ പേപ്പറിലോട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പേപ്പർ മെഷീൻ ഇപ്പോൾ വലിച്ച് തുടങ്ങി. അതുപോലെ നമ്മുടെ അടുത്ത വണ്ടി വിവിയാട്ടൻ്റെ വണ്ടി ഇതാ ഇവിടെ വെയിറ്റിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ ഇതാ വലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നിൽക്കാതെയുള്ള വർക്ക് തന്നെയായിരിക്കും. ഒരു പേപ്പർ ഇതാ ഇവിടുന്ന് വലിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ പിറകിലായിട്ട് നമ്മുടെ മറ്റേ പേപ്പറും വലിച്ചു വരുന്നുണ്ട്. ചൂടാവി പറക്കുന്ന റോഡ് ഇതാ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. പിടുത്തം വിട്ട പണി തുടങ്ങി. നമ്മുടെ കണ്ണൻ്റെ വണ്ടി ഇതാ പേപ്പറിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ നമ്മുടെ അടുത്ത വണ്ടിയും പേപ്പറിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. റോളർ ഇതാ സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയും എമഷൻ അടിച്ച് തുടങ്ങി. നമ്മുടെ വണ്ടി സെന്റിന്റെ വണ്ടി ഇത് റിവേഴ്സ് അടിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുതന്നെ മിക്സും വണ്ടി ഇതാ
തലങ്ങനെയും വിലങ്ങനെയും സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീത്താടൻ്റെ ലോഡ് തട്ടിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടി, രണ്ടാമത്തെ അല്ല എത്രയാണെന്നറിയില്ല, അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ബാക്കി എല്ലാ വണ്ടികളും റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. എല്ലാം അടുപ്പിച്ച് വെക്കുകയാണ്. അപ്പം നമ്മുടെ വർക്ക് സ്റ്റോപ്പാവാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടി തട്ടിക്കഴിയുന്നതിന് മുമ്പ്, തട്ടിക്കഴിഞ്ഞ പാടെ അടുത്ത വണ്ടി കാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ കണ്ണൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പിണറായിയുടെ വണ്ടി തട്ടിക്കഴിഞ്ഞു. തുടങ്ങി. ട്രാക്കിലൊക്കെ തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ ഫുള്ള് വണ്ടികളാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സെൻസർ, നമ്മുടെ പേവറിൻ്റെ സെൻസറുകളാണ്. അത് നമ്മുടെ ഈ റോഡിൻ്റെ ലെവലൊക്കെ ഫുൾ ടൈം സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. സൈഡിലായിട്ട് നമ്മുടെ കയറ്റിതാ ഇവിടെ ഇങ്ങനെ സൈഡിലുള്ള കച്ചറ വേസ്റ്റൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലോഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിലോട്ട് പോവാണ്. അപ്പൊ ഇതാ ഇവിടെയൊക്കെ മിക്സിന്റെ പരിപാടി, ടാറിങ്ങിന്റെ പരിപാടി ഇതാ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോ നമുക്ക് മുന്നേ പോയ വണ്ടികളൊക്കെ ഇപ്പോ നമ്മൾ പോകുന്ന വഴി തിരിച്ചു വരും. നമ്മുടെ റോളറും PTR ഒക്കെ ഇതാ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. തലങ്ങനെയും വിലങ്ങനെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെയിൽവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. റെയിൽവേയുടെ സൈഡിൽ, ട്രാക്കിന്റെ സൈഡിലൊക്കെ മണ്ണൊക്കെ ഇടുന്ന പരിപാടികൾ ഇവിടെ കാണുന്നുണ്ട്. ചിന്നാടന്റെ കാലാപ്പാനി ഇതാ പറന്നടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ ബിബിയാടന്റെ വണ്ടിയും നമ്മുടെ വേറൊരു വണ്ടിയും ഇവിടെ വന്ന് കിടപ്പുണ്ട്. അടുത്ത വണ്ടി ഇതാ എത്തിത്തുടങ്ങി. നമ്മുടെ JCBയും ലോഡറും ഇവിടെ നിർത്താതെയുള്ള ലോഡിങ് തന്നെയാണ്. നമ്മുടെ എല്ലാ വണ്ടികളും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അനിയാട്ടൻ ഇതാ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് രണ്ടാമത്തെ ലോഡുമായിട്ട് സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മുന്നേ കുറെ വണ്ടി പോയി, 3-4 വണ്ടികൾ നമ്മളെ മുന്നേ പോയിട്ടുണ്ട്. അതൊന്നും തിരിച്ചെത്തിയിട്ടില്ല. നമ്മൾ പോകുന്ന വഴിയെ ആ വണ്ടികളൊക്കെ ലോഡ് തട്ടി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ലോഡ് തട്ടി ഇങ്ങനെ പോകുന്നില്ലേ, പണി ഇങ്ങനെ നീക്കൊണ്ടിരിക്കും. കാലാവസ്ഥ ചെറുതായിട്ട് ഇങ്ങനെ മേഘാവൃത്തമായിട്ടാണുള്ളത്. ചെറിയൊരു മഴക്ക് സാധ്യതയുള്ളത് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ലതാ ഒരു കാട്ടിലൂടെ പോകുന്ന ഫീലിംഗ് ആണ്. മൊത്തം മരങ്ങളും ഇലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെയുള്ളൊരു യാത്രയാണ്. ക്യാമറ വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ഇടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് കാണണം.
അപ്പൊ ഇതാട്ടോ നമ്മുടെ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിലെ അവസ്ഥ. മൊത്തം വേസ്റ്റ് ആണ്, ഫുള്ള് വേസ്റ്റ്, അങ്ങോളം വേസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മോർത്താന് നിന്ന് ഒസങ്കടിക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ച. അപ്പോ ഇത് എന്താ ഇങ്ങനെയെന്ന് അറിയില്ല. ഇവിടുത്തെ പഞ്ചായത്തുകാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതാ ഇവിടെയൊക്കെ വേസ്റ്റ് ആണ്. നമ്മളെ ലോഡുമായി ഇവിടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ PTR ഇതാ തലങ്കനം വിലങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ ലോഡ് എടുത്ത് വരുമ്പോഴേക്കും ഇതാ വന്തിയോട് പാലൊക്കെ കഴിഞ്ഞ് ഇപ്പർ എത്തിയിട്ടുണ്ട് നമ്മുടെ പേപ്പറുകൾ. ഇവരൊക്കെ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചായ ഒക്കെ കുടിച്ച് വന്നിട്ടേ നമ്മുടെ ബാക്കി പരിപാടികൾ തുടങ്ങുള്ളൂ. നമ്മുടെ രാജ അണ്ണൻ ഇതാ നടന്നു വരുന്നുണ്ട്. രാജ അണ്ണൻ്റെ വണ്ടിയാണ് എടുത്ത് തട്ടേണ്ടത്. അണ്ണാ വണക്കം. നമ്മുടെ താരങ്ങ് വീണ്ടും തുടങ്ങി. നമ്മുടെ 2 പേപ്പറും ഒരേപോലെ വലിച്ചു പോവാണ്. അപ്പൊ നമ്മുടെ രാസാണ്ണന്റെ വണ്ടിയാണ് ഇപ്പൊ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി. പറക്കണ താറിങ്ങാണ്. മൊത്തം ഇതാ ആവി പൊങ്ങാണ് കേട്ടോ നമ്മുടെ താറിൽ നിന്ന്. അടുത്ത വണ്ടി ഇതാ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ റോളർ നിരയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മുടെ റോളർ ഇങ്ങനെ നിരയായിട്ട് വരുന്നത്. ഒരേ ലൈൻ നോക്കിയിട്ടാണ് നമ്മുടെ റോളർ വന്നുകൊണ്ടിരുന്നത്. ഒരു മഞ്ഞൊഴുകി പോകുന്നത് പോലെയാണ് നമ്മുടെ താരയിൽ നിന്ന് പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ചൂടുള്ള മിക്സാണ് കേട്ടോ. ഇങ്ങനെ വരി വരിയായിട്ട് ഇതാ പേപ്പറിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഒരു ലൈന് സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. ഓരോന്നിൻ്റെയും സൈഡ് പിടിച്ചാണ് പോകുന്നത്. ഇനി എല്ലാവരും ഒരേപോലെ ഒരു പോക്കാണ്. എല്ലാവരും ഒരേപോലെ ഒരു പോക്കുണ്ട്. ഈ റോളറിന്റെ ഈ അടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ നമ്മുടെ രാസാണ്ണന്റെ വണ്ടി തട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടി വെക്കണം. ഇവിടെ എല്ലായിടത്തും നല്ല പിടുത്തം പെട്ട വർക്ക് തന്നെയാണ്. നമ്മുടെ ഒരു ടൈലർ അവിടെ വന്ന് കിടപ്പുണ്ട് ഒരു പേപ്പറും കയറ്റിയിട്ട്. ഇതിന് എവിടത്തേക്കാണോ കൊണ്ടുപോകുന്നത് എന്നറിയില്ല. നമ്മുടെ രാസാണ്ണൻ്റെയും വേറൊരു വണ്ടി ഇവിടെ ലോഡൊക്കെ തട്ടി ഇനി അടുത്ത ലോഡെടുക്കാൻ വേണ്ടി പോവാണ്. മുകളിലൂടെ നമ്മുടെ ഓരോ വണ്ടികൾ ലോഡും എടുത്ത് വരുന്നുണ്ട്. നമ്മുടെ പേപ്പർ ഇതാ വളഞ്ഞ് വരികയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സൈഡിലോട്ട് മാറണം. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട് കേട്ടോ.
നമ്മൾ ടൈലർ ഇവിടത്തേക്കായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. JCB ഇതാ അവിടെ റാമ്പ് അടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ പേവർ ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ പേവർ ഓപ്പറേറ്ററൊക്കെ ഇതാ അതിൽ നിന്ന് പുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താറിങ്ങിന്റെ പരിപാടികൾ. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ലോഡ് തട്ടി ഇറങ്ങി. ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇതാ എമഷനൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ മുന്നിലായിട്ട് നമ്മുടെ ഷൈജോട്ടൻ ടീമും പൊടിയൊക്കെ അടിച്ച് പോക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ താറിങ്ങിന്റെ ഇടയ്ക്കുള്ള അവസ്ഥ. നമ്മുടെ ഒരു വണ്ടി ഇതുവഴി കയറി വരുന്നുണ്ട്. നല്ല പുക പാറും പ്രകടനാണ്. നല്ല ചുട്ടുപഴുത്ത താരത ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താറിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നല്ല തണുത്ത വെള്ളം വന്നിട്ടുണ്ട്. ദൂരെയായിട്ട് ഇതാ താറിങ് നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നല്ല കിടിലൻ വെള്ളമായിരുന്നു. ആ ചൂടത്ത് നിന്ന് ആ വെള്ളം കിട്ടിയേക്കുമ്പോൾ മരുഭൂമിയിൽ മഴ പെയ്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ വെള്ളമൊക്കെ കുടിച്ച് നമ്മളിതാ വീണ്ടും അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സെന്റ് നിർത്താതെയുള്ള ഡ്രൈവിങ് തന്നെയാണ്. ഓടോടാ ഓട്ടം. ഇത് തന്നെയാണ് സെന്റിന്റെ മെയിൻ പരിപാടി. എല്ലാവരും അപ്പൊ നമ്മുടെ വണ്ടികൾ തലങ്ങനം വിലങ്ങനും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ലോഡ് കഴിഞ്ഞ് അടുക്കാൻ വേണ്ടി പോകുന്നു. അടുത്ത വണ്ടിക്ക് ഇപ്പൊ ലോഡ് കയറ്റി ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അപ്പൊ ഇതാ ഇവിടെയൊക്കെ നമ്മുടെ വെള്ളം വണ്ടി റോളറൊക്കെ ഇവിടെ ഉണ്ട്. നമ്മള് പ്ലാനിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടെ 2-3 വണ്ടി പെൻഡിങ്ങിലാണ്. മിക്സ് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വെക്കാൻ സമയമായിട്ടില്ല. അത് അടുത്ത വണ്ടി ഇവിടെ എത്തി. സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണിത്. മൊത്തം ഇങ്ങനെ തീയിട്ട് കരിച്ചു കളയും ഈ പുല്ലൊക്കെ. അപ്പൊ നമ്മുടെ താറിങ് മുട്ടൻ ഗേറ്റിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മുട്ടൻ ഗേറ്റിനടുത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിന്റെ മുകളിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സും വണ്ടിയൊക്കെ ഇതാ ഇവിടെ വെയിറ്റിങ്ങിലുണ്ട്. നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ പെയിന്റിംഗ് വർക്കൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്തിരിക്കുന്ന മിക്സാണ് കേട്ടോ. ഇത് നല്ല ചൂടുള്ള മിക്സാണ്. താർ ചെയ്തത് ഏതാണ്ട് ഇവിടെ എത്തി. ശ്രീജിത്തേട്ടൻ്റെ വണ്ടി ലോഡ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇതാ മൊത്തം കാലിയായി. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു വണ്ടി ലോഡ് തട്ടി. ഒരു വണ്ടി ഇതാ ലോഡ് തട്ടാൻ വേണ്ടി പോകുന്നു. പണി നല്ല സ്പീഡിൽ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടി ലോഡ് കാലിയായിട്ടുണ്ട്. ഒരു വണ്ടി ഇത് അവിടുന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പിറകിലായിട്ടുള്ള വണ്ടിയും ഇപ്പോൾ തട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ സർവീസ് റോഡിൽ കൂടെ വണ്ടിയൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ മുട്ടൻ ഗേറ്റ് ഫുട് ഓവർ ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത്. സൈഡിലൂടെ ഇതാ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോഡൊക്കെ മൊത്തം മാറി മറിഞ്ഞ് വരികയാണ് കേട്ടോ. ഇവിടെ ലോഡ് തട്ടി തുടങ്ങി. പേവറുന്നത് മിക്സ് ഇങ്ങനെയാണ് റോഡിലോട്ടേക്ക് വരുന്നത്. കുഴഞ്ഞ് അങ്ങോട്ട് വരികയാണ്.
ഫോട്ടോർ ബ്രിഡ്ജിന്റെ അടുത്തായി എത്തി കേട്ടോ. അതിതീവ്രമായ വെയിലാണ്, അതേപോലെ തന്നെ കാറിന്റെ നല്ല ചൂടുമുണ്ട്. നമ്മൾ പോയി ഇതാ നമ്മുടെ ഫോട്ടോർ ബ്രിഡ്ജിന്റെ അപ്പുറം കടന്നു. നമ്മുടെ ഒരു പേവർ, നമ്മുടെ പിറകിലുള്ള പേവർ ഫോട്ടോർ ബ്രിഡ്ജിന്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ടം ഗേറ്റിനടുത്തുള്ള ഫോട്ടോർ ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരു ഫോട്ടോർ ബ്രിഡ്ജും കൂടി മുട്ടം ഗേറ്റിൻ്റെ അടുത്ത് തന്നെ സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ പണിയൊന്നും തുടങ്ങിയില്ല. അപ്പം നമ്മൾ ലോഡ് കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ. ഈ കട്ടിങ് വരെ നമ്മുടെ താറിങ്ങുള്ളൂ. അപ്പം നമുക്കിനി ലോഡ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മുടെ പിണറായിയുടെ വണ്ടി വന്നിട്ടുണ്ട്. പിണറായി ഇതാ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലോഡൊക്കെ തട്ടി യൂട്ടേൺ അടിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ തകൃതിയായിട്ടുള്ള മിക്സിങ്ങിന്റെ പരിപാടിയിലാണ്. അപ്പോൾ ഫോട്ടോർ ബ്രിഡ്ജ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന ഈ ഏരിയ ഇനി ടാർ ചെയ്യാനുള്ള ഏരിയ ആണ്. പിറകിലായിട്ട് റോളർ കൂട്ടന്മാർ നിരത്തി അറഞ്ഞം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മള് ലോഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ എണ്ണ അടിക്കാൻ വേണ്ടി പോവാണ്. വണ്ടിയിൽ എണ്ണ കുറവാണ്. അപ്പോൾ എണ്ണ അടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന റോഡ് ഇതാ മഞ്ചേശ്വരം ഭാഗത്തു കൂടിയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഇടിക്കാച്ച് റോഡാണ്. ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോവാം. എവിടെയും ബ്രേക്ക് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഒരേ ഒരു പോക്ക്. അപ്പം നമ്മുടെ വണ്ടിക്കിപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച് നമ്മൾ പോകാൻ വേണ്ടി നോക്കുകയാണ്. 150 ലിറ്റർ എണ്ണയാണ് ഇപ്പോൾ നമ്മൾ അടിച്ച് കയറ്റിയത്. ഇവിടുത്തെ റേറ്റ് 88 രൂപ 33 പൈസയാണ്. തലപ്പാടി പമ്പിൽ നിന്ന് ഡീസൽ അടിച്ച് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അടുത്ത പൂന വഴി നേരെ എടുത്തേക്കാ. ഗോവ വഴി നേരെ പൂനക്ക് പിടിക്കേണ്ട പരിപാടിയാണ്. അപ്പൊ തലപ്പാടി പമ്പിൽ നിന്ന് ഞങ്ങള് എണ്ണയൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി 150 ലിറ്റർ എണ്ണയാണ് കുടിച്ചു പറ്റിയത്. 2 സൈറ്റിനും 3 ദിവസമായിട്ട് 150 ലിറ്റർ എണ്ണയാണ് ഇപ്പൊ നമ്മൾ അടിച്ച് കയറ്റിയത്. 3 ദിവസം. സാധാരണ 3 ദിവസം കിട്ടാറില്ല, 1.5 ദിവസമേ കിട്ടാറുള്ളൂ. പക്ഷെ നമുക്കിന്ന് അധികം വലിയ ഓട്ടമൊന്നും ഇല്ലാത്ത കൊണ്ട് 3 ദിവസം കിട്ടി. വീണ്ടും നമ്മൾ നമ്മുടെ പ്ലാന്റിലോട്ട് വെച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെയായിട്ട് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോർ ബ്രിഡ്ജ് കാണാം. നമ്മുടെ അന്ന് ലോറി വന്ന് അടിച്ച് ശരിയാക്കിയ ഫോട്ടോർ ബ്രിഡ്ജാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ചെറിയ കേടുപാടുകളെ സംഭവിച്ചിട്ടുള്ളൂ. ബ്രിഡ്ജിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇവിടെയൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അത് ശരിയാക്കണമെങ്കിൽ അതിൻ്റെ നിയമ നടപടികളിലൂടെ മാത്രമേ നടക്കുള്ളൂ. അപ്പോഴേ നമ്മൾ നമ്മുടെ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. ഇതാ എല്ലാ വണ്ടിയും ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് ലോഡൊന്നുമില്ല.